പത്തനംതിട്ടക്കാരറിയാലോ, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ല. എടുത്തു നടന്നിട്ട് തീരാണ്ട് ഒരു പൊക്കയും കൊണ്ടൊക്കെ വന്നു. അമ്മയുടെ ഗോസിപ്പ് പറയുന്ന ആള് ഞാൻ. നല്ല കെയറിംഗ് ആണ്. തമ്മിൽ പിരിഞ്ഞു പോകല്ലേ. പൊക്കോന്ന് പറയാം, തിരിച്ചു വരല്ലോ. അതവളെ കണ്ണൂരിലോട്ട് വിടുന്നത്. അച്ഛന്ന് വിളിക്കും, സമയത്തിനൊക്കെ വന്നോണം. ഒത്തിരി സ്നേഹം ജസ്റ്റ് തിരിച്ചെന്താ വിളിക്കുന്നത്? എടി നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ് എന്റെ ചേച്ചി. ഇങ്ങനൊക്കെ പറയാൻ പറഞ്ഞത് എന്റെ കൂടെ. ചുറ്റും നോക്കുന്നത് നടന്ന് നോക്കത്തിന്. ഞങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാം അങ്ങോട്ട് പോകും. എന്നെ ടോളറേറ്റ് ചെയ്യാൻ ആൾക്ക് പറ്റുന്നുണ്ട്. നല്ലൊരു അളിയെ കിട്ടിയത് ചേച്ചിയുടെ ഭാഗ്യം, ചേട്ടന്റെ ഭാഗ്യം, എന്റെ ഭാഗ്യം. ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള പിള്ളേരെ കൊണ്ട് പോവാ അങ്ങോട്ട്. എന്തോ ഇത് അവർക്ക് വേണ്ടുന്ന എന്തും കൊണ്ടുകൊടുക്കും. ക്ഷമ വേണം. ആണോ? കെട്ടിപ്പിടിക്കട്ടടാ. നോക്കാടി. ഭയങ്കര ഇൻട്രോവേർട്ട് അതൊക്കെ വിചാരിച്ച, പക്ഷെ അങ്ങനെ അല്ല. തെറ്റിദ്ധാരണയായിരുന്നു അതൊക്കെ. ടെൻഷൻ അടിച്ച് ഓടി കിടക്കണ്ട. അതിനകത്ത് ഞാൻ എഴുതിയും കൂടെ വെക്കും, മകളെ പെട്ടെന്ന് മടങ്ങി പോകും. ഫേസ്ബുക്ക് യൂട്യൂബ് ഫോളോവേഴ്സ് ആണ്. ഞാൻ അവന്റെ അമ്മയെ പോലെ. നമ്മുടെ ഫോളോവർ പോകുന്നു. നമുക്ക് എന്ത് ഹാർഡ്ഷിപ്സ് ഉണ്ടെങ്കിലും നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതാ ഏറ്റവും കൂടുതൽ നമുക്ക് വാല്യൂ ഉള്ളത്. നല്ല അടിയായിരുന്നേ. ഒച്ചപ്പാടുള്ള സമയത്ത് അതൊന്ന് കാണിച്ച് സാരമില്ല, അടി കൊടുത്താൽ എനിക്ക് അടി കിട്ടും. ചേട്ടന്റെ വീട് സൂപ്പർ അല്ലേ? ജസ്റ്റിന്റെ ആന്റിയാ. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണൂരുകാരൻ ചെക്കൻ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തിരുവല്ലക്കാരി പെണ്ണ്, പെണ്ണിന്റെ ആങ്ങള, പെണ്ണിന്റെ അമ്മ. എന്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാം. ഇച്ചിരി കാര്യമായിട്ടൊക്കെ എടുക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പം നമ്മുടെ മാരാമണ്ണാണ്, പത്തനംതിട്ട ജില്ലയിൽ തന്നെ. ജസ്റ്റിൻ്റെയും നിജിയുടെയും എൻഗേജ്മെന്റ് ആണ്. ജസ്റ്റിൻ കണ്ണൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിജി നമ്മുടെ തിരുവല്ലയിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഒരു ഫാമിലി ആയിട്ട് പുറത്താണ്. ജസ്റ്റിൻ ഒരു ബിസിനസ്സുകാരനാണ്, നിജി ഒരു ഡോക്ടറാണ്. പെന്തക്കോസ്ത് എൻഗേജ്മെന്റ് ആണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പെന്തക്കോസ്തിലാണ് വീണ്ടും വീണ്ടും ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോപ്പർട്ടി അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ ഈ ചുറ്റോട്ടത്തുള്ളവർക്കൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാനും സ്റ്റേ ചെയ്യാനും പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. പ്രകൃതിക്ക് തന്നെ എന്തോ വലിയൊരു ശത്രുതയുള്ളത്. ഇത്രയും നേരം മഴയില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന മഴ വീഴും. പ്രകൃതി പോലും എതിരാ. എനിക്ക് ഇവരുടെ സ്നേഹത്തിന് മുമ്പിലേ പ്രകൃതി വരെ എതിരാ. ഹലോ. ഇല്ല. ഇന്നലെ വീഡിയോ കോളിൽ കണ്ട നിജിയാണോ നിൽക്കുന്നത്? എന്തൊക്കെയോ മാറ്റം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കണ്ണൂരുകാരൻ ചെക്കനാണ് പത്തനംതിട്ട ജില്ലയിൽ വന്നൊരു പെണ്ണിനെ കൊണ്ട് പോകുന്നത് കേട്ടോ. ജസ്റ്റ് അതെ, കണ്ണൂർ നല്ല സ്ഥലമാണ്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഞാൻ കൂടുമ്പോൾ എന്താ വിളിക്കുന്നത്? നക്കു. അക്കു. ടോക്ക് അബൌട്ട് അക്കു. ആള് പാവമാണ്, നല്ല കെയറിംഗ് ആണ്. ഡോക്ടർ കല്യാണം കഴിക്കാൻ പോണ്, ഒരു ബിസിനസ്സുകാരന്. എങ്ങനെയുണ്ട് അവൻ? ഇന്നലെ കണ്ടുപോലൊന്നും അല്ലല്ലോ. എന്തായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ലൈഫില്? എന്താകുകയെന്നുള്ളതായിരുന്നു. കല്യാണം കഴിഞ്ഞ് നാളെ കണ്ടുമുട്ടിയ ദിവസം തൊട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ ലൈഫില്? വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഞാൻ എങ്ങനെയാണോ അതേപോലെ പുള്ളി അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മള് പ്രത്യേകിച്ച് ഒന്നും മാറ്റുമോ എന്റെ അടുത്ത് അത് ചേഞ്ച് ചെയ്യുന്നൊന്നും പറയുന്നൊന്നുമില്ല. കണ്ണൂരോട്ട് പോകുന്നതിന്റെ വിഷമമല്ലോ. കുറച്ച് ദൂരെ കൂടുതലുണ്ട്. ആളുമായിട്ട് പരിചയപ്പെടും. പഠിച്ച ഒരു കണ്ണൂർ വേട് എന്താ? എടുത്തു. എവിടാണ്? എടുത്തു. സ്നേഹം കുടുംബം എന്താണ് വിളിക്കുന്നത്? അച്ഛന്ന് വിളിക്കും. ഒത്തിരി സ്നേഹം കുടുംബം ജസ്റ്റ് കലിപ്പ് വരുമ്പോ തിരിച്ചെന്താ വിളിക്കുന്നത്? എടി. എടി തീരുമല്ല. എടി തീരു. എങ്ങനെയുണ്ട്? ഭയങ്കര സുന്ദരി. കൈപിടിച്ച് നടക്കാനും വഴക്ക് പറയുവാനും ചീത്ത വിളിക്കുവാനും ഇടിക്കുവാനും തൊഴിക്കുവാനും ഒരാളായി. ഇത് അനിയനും അനിയന്റെ കൂട്ടുകാരന്റെ. നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ? പേരെന്തുവാ? ഒരുങ്ങണ്ടേ? ഇവിടെ കൊണ്ടുപോയിട്ട് എനിക്കിനി വരിക. ജസ്റ്റിനെ എന്ത് വിളിക്കും? കണ്ടാ ഇതാണ് എന്റെ മക്കളോട് പറയുന്ന പോലെ ചേട്ടത്തിയമ്മമാരെന്തോ ചെയ്യോ അവരെ പേര് വിളിക്കില്ല. പേര് വിളിക്കാൻ ബുദ്ധിമുട്ടല്ലയോ? ചില സമയങ്ങളിൽ നമ്മൾ ആങ്ങളമാരുണ്ടല്ലോ, തമ്മിൽ പിരിഞ്ഞു പോകല്ലേ. അതവളെ കണ്ണൂരിലോട്ട് വിടുന്നത്. നോക്കാടി. ഞാൻ പറഞ്ഞു ഞാനും ജസ്റ്റിയും കൂടെ വരുമ്പോ നീ കേക്ക് ഒക്കെ വാങ്ങിച്ചു വെക്കണം. അതിനകത്ത് ഞാൻ എഴുതിയും കൂടെ വെക്കും, മകളെ പെട്ടെന്ന് മടങ്ങി പോകും. അങ്ങനെ ജസ്റ്റിനെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് സമയത്തിനൊക്കെ വന്നോണം അങ്ങോട്ട്.
ഞങ്ങൾ പത്തനംതിട്ടക്കാരറിയാലോ. അത് പ്രശ്നമില്ല. രണ്ടുപേരും മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ഇന്ന് ഇന്നലെ കണ്ട പോലാണോ ഇന്ന് ആള്? സുന്ദരിയായോ? ചിരിച്ച് നടന്നോ? ആ രണ്ടുപേരും വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ വ്ലോഗ് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ആരാ? ഇത് അമ്മയുടെ ചേച്ചിയുടെ മോള്. ഇവരൊക്കെ എവിടാ? ഇവരൊക്കെ വേണ്ട. ആളുടെ പേരെന്താ? അമ്മമാർക്ക് മക്കളെ കുറിച്ച് ഭയങ്കര ആദ്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് നേരാണോ? എന്റെ കൊച്ചു നല്ല കൊച്ചായിരുന്നു. അങ്ങനെ ആദ്യമൊന്നും ഇല്ല, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ല. സത്യമായിട്ടും. ഒത്തിരി ഞങ്ങളെ കെയർ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. അവളെ കുറിച്ചൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇവര് തമ്മിൽ എത്ര വയസ്സ്? 7 വയസ്സിന് വ്യത്യാസം. 7. ഞാൻ അവന്റെ അമ്മയെ പോലെ അവനെ ഞാനാ പകുതി വളർത്തിയത്. ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോഴുള്ള സ്വപ്നങ്ങൾ അത് മമ്മിക്കൊക്കെ എന്തായിരുന്നു അങ്ങനത്തെ സ്വപ്നം? എന്ന് പറഞ്ഞാൽ അവര് നല്ലൊരു ഭാവിയിൽ തികപ്പം എന്തൊക്കെയായിരുന്നു. അത് സന്തോഷമായി. കണ്ടു. പക്ഷെ ഇച്ചിരി ദൂരത്തിലായി പോയി ഭാവി. അടുത്ത് പിടിച്ചാൽ എപ്പോഴും വന്ന് കാണുമെന്ന് എഴുതി എപ്പോഴും വെച്ചോളപ്പിക്കൊണ്ടിരിക്കണ്ടായല്ലോ. അതെ. പക്ഷെ അവള് പോകുന്നതിൽ ഒത്തിരി സങ്കടം. ഒരു ദിവസം എത്ര തവണ വിളിക്കും? അത് 1 മണിക്കൂർ കൂടുമ്പോൾ ഗോസിപ്പ് പറയാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. അമ്മയുടെ ഗോസിപ്പ് പറയുന്നതാണ് ഞാൻ. അമ്മ ഏറ്റവും കൂടുതൽ പറഞ്ഞതിനുള്ള കാര്യം എന്താ ലൈഫിൽ? ക്ഷമ വേണം. അമ്മയുടെ ലൈഫ് കാണുമ്പോ തന്നെ സെറ്റ് ലൈഫ്. അത് പൊളിയാണ്. അവരുടെ ലൈഫ് കൊണ്ട് എന്താ പഠിച്ചത് ശരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബഹുമാനിക്കണം. നമുക്ക് എന്ത് ഹാർഡ്ഷിപ്സ് ഉണ്ടെങ്കിലും നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതാ ഏറ്റവും കൂടുതൽ നമുക്ക് വാല്യൂ ഉള്ളത്. എന്റെ അപ്പയുടെ ലൈഫിലാണല്ലോ അമ്മയുടെ ലൈഫിലാണല്ലോ എന്ത് ഹാർഡ്ഷിപ്സ് വന്നാലും ബാക്കി ആരെക്കാളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതെനിക്ക് ഭയങ്കര ഒരു ലെസണാണ് ഞാൻ ലൈഫിൽ പഠിച്ചത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞങ്ങളുടെ 33 വർഷമായി. ഒരു ഉമ്മ എടുത്തോ? ഇത് എന്റെ അമ്മയുടെ സിസ്റ്റർ. മൂത്താളെയാണ് മൂത്തത് ഏറ്റവും സിസ്റ്റർ. ഇത് അത് കഴിഞ്ഞിട്ട് അങ്കിള് അമ്മാച്ചൻ. ഇവരപ്പോ എത്ര പേര്? 4 പേര്. നിങ്ങൾ 5 പേര്. ഒരമ്മച്ചനേ ഉള്ളൂ? 2 അമ്മച്ചൻ. അമ്മച്ചന്മാർക്ക് അനുദ്രവത്തിമാരെ കുറിച്ച് പറയാൻ ഒരുപാട് കാണുമായിരിക്കും. ഈ അമ്മാച്ചൻ എന്താ പറയാനുള്ളത്? നല്ല സഹോദരിയാണ്, സ്നേഹമുള്ളവളാണ്. സഹോദരിയുടെ മോളോ? അതിനേക്കാൾ സ്നേഹമുള്ള കുഞ്ഞുനാളത്തെ മെമ്മറീസ് ഉണ്ട്. കുഞ്ഞുനാളുമായിട്ട് ഒത്തിരി പരിചയമില്ല. ഞാൻ മഹാരാഷ്ട്രയിലാണ്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ എന്നെ കുറിച്ച് പറയാൻ ഒത്തിരി? എന്നാ പറഞ്ഞു. കുറച്ച് നാള് ഉണ്ടായിരുന്നു. ദൈവഭയമുള്ളവരാണ്, നല്ല മിടുക്കിയാണ്. ഇതൊക്കെ ആരുടെ കഴിവായിരിക്കും? അത് പപ്പായുടെ അമ്മയുടെ കഴിവാ. ഇതാരാ? സിസ്റ്റർ വളരെ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണ് എന്റെ ചേച്ചി. ഇങ്ങനൊക്കെ പറഞ്ഞത് എന്റെ കൂടെ. കാശുള്ളതും സഹായിക്കോ? അത് അവളുടെ ഇതുപോലെ ഗിഫ്റ്റ്സ് കൊടുക്കാറില്ല, കാശ് കൊടുക്കാറില്ല, ഗിഫ്റ്റ്സ് കൊടുക്കും. പിന്നെ എന്താ പറയുന്നത്, വളരെ വിഷമമുണ്ടോ? ചെറുതായിട്ട്. തിരുവനന്തപുരത്ത് വിശേഷം. തിരുവനന്തപുരത്ത് നല്ല വിശേഷം. ഇത് എന്റെ അമ്മയുടെ ചേച്ചിയാ, എൽഡർ സിസ്റ്ററുടെ മോളായത്. അമ്മയും മോളും അത്. പിന്നെ ചേച്ചിയുടെ മോനായത് അപ്പു. കൊച്ചിനെ കുറിച്ച് പറഞ്ഞു. നല്ല കൊച്ചത്. അശ്വസല്ലേ ചുറ്റും നടന്ന് നോക്കത്തിന് ഓടി ആള് മാറിയല്ലേ. ഇവിടെ നമ്മുടെ ജ്യൂസ് കൗണ്ടറിൻ്റെ അവിടെ നല്ല തിരക്കാണ്. നമ്മുടെ ഇന്നത്തെ ഈവന്റ് രണ്ടുപേരാണ് കിലയാഗ്.
ഫേസ്ബുക്ക് യൂട്യൂബ് ഫോളോവേഴ്സ് ആണ് ഈ നിൽക്കുന്നവര്. ആള് യൂസ് ചെയ്യുന്ന വന്നു. ഇത് നമ്മുടെ നാട്ടിൽ ചിങ്ങോലിക്കാര്. ഇവിടെ എവിടുന്നാ വന്നേ? ആ പെൺകുട്ടി സൈഡിൽ നിന്ന്. ഫാമിലിയാണോ ഫ്രണ്ട് സർക്കിളാണോ? ഇത് വരാൻ വേണ്ടിയല്ല റെക്കോർഡ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുന്നത്. ഹായ് ബ്രദർ. ഹായ്. ഇതാരാ? താങ്ക് യു. എവിടെ സ്ഥലം എവിടാ? ഓക്കെ, ഇതേ നമ്മുടെ ഫോളോവർ പോകുന്നു. അപ്പൊ ഇതേ നമ്മുടെ ഒരു കപ്പിൾസ് ആണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ്. കൊല്ലത്ത് കരോളൂരാണ്. ഗിലയാദ് എന്ന് പറയുന്ന ഒരു വെഡിങ് ഇവന്റ്സ് ആണ്. നല്ല അടിപൊളിയായിട്ട് ക്രിസ്ത്യൻ വെഡിങ്സ് ഒക്കെ ഒരുപാട് നന്നായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയില്. ഓ താങ്ക് യു. ആണോ? ഇതിനെ കെട്ടിപ്പിടിക്കട്ടെടാ. നമ്മുടെ ഫോളോവറാ. ഇവരവിടെ ചിരിക്കുന്നത് കണ്ടോ? എനിക്ക് തോന്നി കണ്ടിട്ടുണ്ടായിരിക്കും. കല്യാണത്തിന് നീ വരത്തില്ലേ? കല്യാണത്തിന് ഞാൻ വരുന്നുണ്ട്. നമുക്ക് വ്ളോഗ് ചെയ്യണം, അടിപൊളിയാക്കണം. അവിടെ ഇരുട്ടിന്ന് ഞാൻ കോഴിക്കോട്. വീഡിയോ കണ്ടിട്ടുണ്ടോ? ഫാമിലിയാണോ? എന്നാ പിന്നെ ചേർന്ന് നിൽക്കേ. നിങ്ങൾ 3 പേരുമാണോ? അടിപൊളി. ഇതൊരു ഫാമിലി. ഇത് കോഴിക്കോട്, കുറ്റ്യാടിക്കാരും. ഇവര് കണ്ണൂര്. നിന്റെ പപ്പയും അമ്മ? അടിപൊളി. ഇവരെയൊക്കെ എന്റെ വീഡിയോ കാണിക്കണം കേട്ടോ. ഓ താങ്ക് യു. കണ്ണൂരിൽ നിന്ന് വന്നവരാണോ? ഞാൻ കല്യാണം ചേട്ടനാണോ ബിനു സി? ഞാനാണ് ബിനു സി. ഞാൻ ആക്ച്വലി ചേട്ടന്റെ വീഡിയോഗ്രാഫിയെ പറ്റി കേട്ടിട്ടുണ്ട്. തിരുവല്ലയിൽ ഞാൻ ചേട്ടനെ ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഈ ജസ്റ്റിന്റെ കസിന്റെ മോനാണ്. ഓ അപ്പൊ ഈ വീഡിയോ വരുമ്പോ കാണണം. അറിയോ? മനസ്സിലായോ? എനിക്ക് മനസ്സിലായോ? മേക്കപ്പ് ഒക്കെ പോയെന്ന് നോക്കി. ഇല്ല. അമ്മച്ചിക്ക് മനസ്സിലായോ? ആരാ? ഹായ്, ഹലോ. പരിചയമുണ്ടോ? ഒന്ന് ചിരിച്ചേ. ആണോ? നിങ്ങൾ എന്റെ വീഡിയോ വരുമ്പോ യൂട്യൂബ് വരുമ്പോ കാണണം കേട്ടോ. ആണോ? അയ്യോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ചെയ്യണം. ബെല്ലൈക്കൺ നീ പറഞ്ഞു കൊടുക്കണ്ടേ ഇതൊക്കെ കേട്ടാ. യെസ്. കഴിച്ചോ? ഫോട്ടോ എടുത്താ? അമ്മയുടെ അപ്പയുടെ പൊന്നുമോളാണോ ഇത്? അതോ ഇതാണോ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എത്ര മക്കളുണ്ട്? 2 പേര്. മോനെ മനസ്സിലായി. ഓക്കെ, മനസ്സിലായി. ഈ കുട്ടി ഉണ്ടായതിനെക്കാട്ടി സന്തോഷമായിരുന്നു ഈ കുട്ടി ഉണ്ടായപ്പോ. അതാണ് അമ്മയ്ക്ക്. അതാണ് അതിന് കൊച്ചുമക്കളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതെ, കൊച്ചുമക്കൾ എന്ന് പറയുമ്പോൾ തലമുറ കഴിഞ്ഞ് വരുമ്പോൾ അതിലൂടെ കൂടുതൽ. അതെ, കിട്ടാനുള്ള മേടിച്ചിട്ടുണ്ട്. നല്ല അടിയായിരുന്നേ. കൊച്ചുമോളൊക്കെ സമയത്ത് അതൊന്ന് കാണിച്ച് ആണ്. അടി കൊടുത്താൽ എനിക്ക് അടി കിട്ടും. അതാണ് സ്നേഹം. ജസ്റ്റിൻ അളിയൻ എന്നാ പറയുന്നു? നല്ലൊരു അളിയൻ കിട്ടിയത് ചേച്ചിയുടെ ഭാഗ്യം, ചേട്ടന്റെ ഭാഗ്യം, നിന്റെ ഭാഗ്യം, എന്റെ ഭാഗ്യം, കുടുംബത്തിന്റെ മൊത്തം ഭാഗ്യം. അതെ. നമസ്കാരം. യെസ്. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ വരെ പൊളിക്കണം കേട്ടോ. ഓർമ്മാദിക്കണം. ഇത് ചേട്ടൻ ടെൻഷൻ അടിച്ച് ഓടി കിടക്കണ്ട. പപ്പയുടെ പെങ്ങളോ? ആണോ? നാട്ടിലാണോ പുറത്താണോ? യുഎസിലുള്ള. കല്യാണത്തിന് കാണത്തില്ലേ? പൊളിക്കണം. ഞാൻ വരും. തലേദിവസം വരുന്നുണ്ട്. നമുക്ക് പൊളിക്കണം. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പിള്ളേർക്ക് എന്നെ കൊണ്ട് കൊടുത്തെന്ന് പറ. അവർക്ക് വേണ്ടുന്ന എന്തും കൊണ്ടുകൊടുക്കും. അതാണ്. അവര് ചോദിക്കാതെ ഞാൻ കൊണ്ടുകൊടുക്കും. അവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ. അമ്മ എന്നാ പറയുന്നു? മരുമോൾ അങ്ങനെയുണ്ട്. മരുമോളെന്നല്ല, മോളെന്നായിരിക്കും. പിന്നെ ഇത്ര ദൂരം ആയതുകൊണ്ട് കുഴപ്പമുണ്ടോ? അവളെപ്പോഴും ഓടി ഇങ്ങോട്ട് വരത്തില്ല. അത് തന്നെ. ഇതല്ലേ മോളല്ലേ? ആളെവിടാ? നാട്ടിൽ തന്നെ? ഇവിടെ അടുത്ത്? ഇവിടുന്ന് അങ്ങോട്ട് വരുമായിരുന്നു? നമ്മുടെ നാട്ടുകാരെയൊക്കെ അടിച്ചോണ്ട് പോകായിരുന്നു അല്ലേ? അമ്മച്ചി കഴിച്ചോ? അമ്മച്ചിക്ക് എത്ര കൊച്ചുമക്കളുണ്ട്? അപ്പൊ കല്യാണത്തിന് കാണാം. ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള പിള്ളേരെ കൊണ്ട് പോവും അങ്ങോട്ട്. കായംകുളത്തുനിന്ന് കൊണ്ടുവന്നു, പത്തനംതിട്ട കൊണ്ടുവന്നു. എന്തുവാ ഇത്? ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണൂരുകാരൻ ചെക്കൻ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തിരുവല്ലക്കാരി പെണ്ണ്, പെണ്ണിന്റെ ആങ്ങള, പെണ്ണിന്റെ അമ്മ. എൻ്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാം. വീഡിയോ എടുത്തേക്കുന്നത് കുഴപ്പമില്ല. പിന്നെ യൂട്യൂബിൽ ഇടാമല്ലോ. നമ്മുടെ നിജിയുടെ മമ്മിയാണ് കേട്ടോ. എന്റെ ഫോളോവറാണ്. ഞങ്ങൾ എങ്ങനെ തപ്പിക്കൊണ്ട് വന്നതിനകത്ത് ബ്ലോഗ് കാണുന്ന പോലെ തന്നെയാണോ ഞാൻ?
അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ മഴ പെയ്തപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു എല്ലാം കുളമായിരുന്നു. ആ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. അക്കുവിനെ പറ്റി പറയുകയാണെങ്കിൽ അക്കു എന്ന് പറയുന്നത് ചെല്ലപ്പേരാണ്. നിഗി ചിന്നു റജി. ഫസ്റ്റ് ഞങ്ങൾ കാണുന്നത് ഒരു മാളിൽ വെച്ചാണ്. വന്ന് എനിക്ക് ഒരു വലിയ ബൊക്കയൊക്കെ ആയിട്ട് കൊണ്ടുവന്നു. നടന്നിട്ട് തീരാണ്ട് ഒരു ബൊക്കയും കൊണ്ടൊക്കെ വന്നു. ഭയങ്കര നാണമൊക്കെ ആയിരുന്നു പുള്ളിക്ക്. ഞാൻ വിചാരിച്ചു തീരെ മിണ്ടത്തില്ല, അങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ട് അതൊക്കെ വിചാരിച്ചേ. പക്ഷെ അങ്ങനെ അല്ല, തെറ്റിദ്ധാരണയായിരുന്നു അതൊക്കെ. പിന്നെ എന്നാ ഭയങ്കര ജെനുവിൻ അല്ലേ. പിന്നെ പുള്ളിയുടെ അടുത്ത് നമ്മൾ എന്ത് കാര്യത്തിന് ഒരു സൊല്യൂഷൻ ചോദിച്ചു ചെന്നാൽ എനിക്ക് കിട്ടും, സൊല്യൂഷൻ കിട്ടും. അക്കുവിനെ പറ്റി പറയാനെന്താ, പറഞ്ഞാലും തീരൂല. ഗുണങ്ങളും ഇല്ല. സംസാരം തുടങ്ങിയാലും നിർത്തത്തേ ഇല്ല. ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വെക്കാൻ വേണ്ടി ശ്രമിക്കും. എന്താ വെച്ചാൽ ഒത്തിരി നേരം ഇങ്ങനെ ആൾക്ക് നേരെ തിരിച്ചാ, നേരിട്ടാണെങ്കിലും ഫോണിലാണെങ്കിലും എനിക്ക് സംസാരിക്കാൻ ഇഷ്ടം. പുള്ളിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല. ഞാൻ പറയും എന്നാ ശരി പിന്നെ വിളിക്കാന്ന് പറയുമ്പോഴേക്കും കണ്ടോ നിനക്ക് എന്നോട് സ്നേഹമില്ല. ആള് ഭയങ്കര ജെന്യുവനാണ്. നാളെ ഇതുവരെ ഞങ്ങള് കണ്ടുമുട്ടിയത് മുതൽ ഇന്നീ സമയം വരെ നമുക്കിടയിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആള് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. ഇന്നിപ്പോൾ ഈ നടന്നതായിക്കോട്ടെ, ഇവന്റ് മാനേജ്മെന്റ്, ഈവൻ നിങ്ങളായിക്കോട്ടെ, ബിനു സീൻസ്, ഇതെല്ലാം കണ്ടുപിടിച്ചതും ഈ കോർഡിനേറ്റ് ചെയ്തതും ഒക്കെ ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല കേപ്പബിലിറ്റി ഉണ്ട് പല കാര്യങ്ങളിലും. എല്ലാത്തിനും ഉപരി എന്നെ ടോളറേറ്റ് ചെയ്യാൻ ആൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ട് എനിവേ എല്ലാം നന്നായിട്ട് ചെയ്തു.